നിങ്ങളുടെ ജീവിതം ഭയങ്കരമായ ബിസിയിലായിരുന്നിരിക്കും അല്ലേ? പക്ഷേ ക്യാൻസർ വന്നപ്പോൾ മൊത്തം ബിസി ഷെഡ്യൂൾ മാറിപ്പോയി. എന്ത് ചെയ്യണം? നമുക്ക് മെഡിക്കൽ അപ്പോയിൻമെൻറ്റ്, ടെസ്റ്റ്, സർജറി, അങ്ങനെ നീളുന്നു നമ്മുടെ ബിസി ഷെഡ്യൂൾ. എന്നാൽ നമ്മുടെ ഈ ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റും അതുപോലെ അതിന് വേണ്ട കൺസൾട്ടേഷനൊക്കെ ഒരുപാട് നമ്മുടെ ടൈമും എനർജിയും വേസ്റ്റ് ആക്കുന്നതായി നമുക്ക് തോന്നാം. നമുക്ക് എങ്ങനെ ഒരു ബാലൻസ് ലൈഫ് ബ്രസ്റ്റ് ക്യാൻസറിന് ശേഷം മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് നോക്കാം. ഈസ് ദാറ്റ് ഈവൻ പോസിബിൾ? ബ്രസ്റ്റ് ക്യാൻസർ വന്നാലും അത് പോസിബിൾ ആണോ? നമുക്ക് പണ്ടത്തെ പോലെ തന്നെ കുട്ടികളെ നോക്കാം, അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി റുട്ടീൻ ജോബ് കണ്ടിന്യൂ ചെയ്യാം, അതുപോലെ വീട്ട് ജോലികളെല്ലാം കണ്ടിന്യൂ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റും ഷെഡ്യൂൾ ചെയ്യണം. അത് നമുക്ക് സാധ്യമാണോ? യെസ് ഓർ നോ എന്നാണ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് യെസ് എന്നുള്ള ആൻസർ കിട്ടുന്നപ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച്, നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണം. അതായത് നമ്മൾ ഒരു കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, നമുക്ക് പണ്ടത്തെ പോലെ തന്നെ എല്ലാ റൂട്ടീനും അതേപോലെ കൊണ്ടുപോകാം എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത്. ഈ ഒരു കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കുകയും അതിന് നമ്മുടെ ബോഡിയും മൈൻഡിനെയും തയ്യാറാക്കുകയും വേണം. അതിനുവേണ്ടി നമ്മൾ സിമ്പിളായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കണം. നമ്മുടെ ക്യാൻസർ ജേണി തന്നെ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു റീഷെഡ്യൂൾ ചെയ്യണം. അതിനുള്ള കുറച്ച് ടിപ്സാണ് പറയാൻ പോകുന്നത്. നിർഭാഗ്യവശാൽ നമ്മൾ ഈ ഒരു സത്യം അംഗീകരിച്ചേ പറ്റൂ. നമുക്ക് പണ്ടത്തെ റൂട്ടീൻ അതേപോലെ ചെയ്യാം എന്ന് ധരിക്കരുത്. പകരം നമ്മുടെ ട്രീറ്റ്മെൻറ്റിനനുസരിച്ച് നമ്മുടെ ബാക്കി ബിസി ഷെഡ്യൂളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം വേണ്ട. നമ്മുടെ ട്രീറ്റ്മെൻറ്റിനും നമ്മൾക്കും നമ്മൾ തന്നെ പ്രയോറിറ്റി കൊടുക്കണം. മനസ്സിലായില്ലേ? നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ലൈഫ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഈ പ്രയോറിറ്റൈസേഷൻ എങ്ങനെ കൊടുക്കാം? ഡിസൈഡ് വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു അക്കംപ്ലിഷ് ഈച്ച് ഡേ. നമുക്ക് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ചെയ്ത് തീർക്കാനുള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഡിസൈഡ് ചെയ്യുക. അതായത് നമ്പർ 1 പ്രയോറിറ്റി എന്താണെന്നുള്ളത് നമ്മുടെ ടൈം ഷെഡ്യൂളിൽ നോട്ട് ചെയ്യാം. ഫസ്റ്റ് എന്തായിരിക്കണം? നമ്മുടെ ഹെൽത്തിനായിരിക്കണം നമ്മുടെ ഫസ്റ്റ് വോട്ട് കൊടുക്കേണ്ടത്. ഡിവോട്ട് യുവർ അറ്റൻഷൻ ടു യുവർ ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ആൻഡ് പുട്ട് യുവർ നീഡ്സ് എബോവ് ദി അതേഴ്സ്. മറ്റുള്ളവരുടെ കാര്യത്തിനോ വീട് നന്നാക്കാനോ വീട്ടുപണിയോ മക്കളുടെ കാര്യമോ അതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂൾ എന്തായിരിക്കണം? നമ്മുടെ ഹെൽത്ത് ആയിരിക്കണം. ഓരോ സ്ത്രീയും അത് ഈ ട്രീറ്റ്മെൻറ്റിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.